കേരളത്തിലെ വണ്ടിപ്രേമികൾക്കും മോഡിഫിക്കേഷൻ ഭ്രാന്തന്മാർക്കും ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ്. വണ്ടികൾ നിയമപരമായി മോഡിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അതായത് നമ്മുടെ MVD ഇപ്പോൾ 18 തരം ഇളവുകൾ അനുവദിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കേട്ടപ്പോൾ വണ്ടി പ്രണയിതാക്കളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം ചെറിയൊരു ലൈറ്റോ സ്റ്റിക്കറോ ഒട്ടിച്ചാൽ പോലും MVD പിടികൂടി വൻ തുക പിഴ ഈടാക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 18 ഇളവുകൾ വലിയ ആശ്വാസമാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഈ ലിസ്റ്റിൽ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും ട്രോളുകളുമാണ് ഇപ്പോൾ ഉയരുന്നത്. അനുമതിയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന ആ 18 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, വണ്ടിയുടെ ഗ്ലാസുകളിൽ 50% വരെ സുതാര്യമുള്ള, അതായത് പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൺ ഫിലിമുകൾ ഒട്ടിക്കാം. രണ്ടാമതായി, വണ്ടിക്കുള്ളിൽ മനോഹരമായ ആംബിയൻ ലൈറ്റിംഗ് നൽകാൻ അനുമതിയുണ്ട്. മൂന്നാമത്, വണ്ടിയുടെ ഭംഗി കൂട്ടാൻ ബോഡി സ്റ്റിക്കറുകൾ ഒട്ടിക്കാം. പക്ഷേ അത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. നാലാമതായി, സുരക്ഷയ്ക്കായി ഡാഷ് ക്യാമറകൾ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറകൾ എന്നിവ ഘടിപ്പിക്കാം. അഞ്ചാമത്, വണ്ടിക്കുള്ളിലെ സൗകര്യം കൂട്ടാൻ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റിയറിംഗ് കവറുകൾ എന്നിവ മാറ്റാം. ആറാമതായി, മികച്ച ശബ്ദ സംവിധാനത്തിനായി വണ്ടിയിൽ എക്സ്ട്രാ സ്പീക്കറുകളോ മ്യൂസിക് സിസ്റ്റമോ സ്ഥാപിക്കാനും ഇനി തടസ്സമില്ല. ഇതൊക്കെയാണ് പ്രധാന ഇളവുകൾ. എന്നാൽ ഇത് കേട്ട വണ്ടിപ്രേമികളും ട്രോളന്മാരും ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. ഇതിപ്പോൾ നിയമം വരുന്നതിന് മുൻപും നമ്മൾ സാധാരണയായി വണ്ടികളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇതിനൊക്കെയാണോ ഇപ്പോൾ വലിയ ഇളവുകൾ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. വണ്ടി കഴുകുന്നതും കാൽ തുടയ്ക്കുന്ന തുണി വെക്കുന്നതും ചാവിക്ക് പുതിയ കീചെയിൻ ഇടുന്നതും കൂടെ ഈ 18 ഇനങ്ങളിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. എന്നാൽ തമാശകൾ മാറ്റി നിർത്തിയാൽ ഈ പുതിയ റിപ്പോർട്ടിൽ വളരെ പോസിറ്റീവ് ആയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് വണ്ടിയുടെ രൂപത്തിൽ മാറ്റം വരുത്തുന്ന വലിയ കാര്യങ്ങൾ ഇനി കൃത്യമായ നിയമത്തോടെയും RTO അനുമതിയോടുകൂടിയും ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് വണ്ടിയുടെ നിറം മാറ്റുക, പഴയ എഞ്ചിൻ മാറ്റി പുതിയ എഞ്ചിൻ വെക്കുക, വണ്ടിയിലേക്ക് CNG കിറ്റ് ഘടിപ്പിക്കുക, അല്ലെങ്കിൽ പഴയ ഇന്ധന വണ്ടികൾ മാറ്റി ബോഡി നിലനിർത്തിക്കൊണ്ട് ഇലക്ട്രിക് വണ്ടിയാക്കി മാറ്റുക എന്നിവയൊക്കെ ഇനി കൃത്യമായ ഫീസ് അടച്ച് അനുവാദത്തോടെ ചെയ്ത് RC ബുക്കിൽ രേഖപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വണ്ടിയുടെ ഘടന മൊത്തത്തിൽ അറുത്തുമുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള വമ്പൻ മോഡിഫിക്കേഷനുകൾക്ക് ഇപ്പോഴും കർശനമായ വിലക്കുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സാധാരണക്കാർ ചെയ്യുന്ന ചെറിയ അലങ്കാരങ്ങൾക്ക് ഇനി MVD പിഴ അടയ്ക്കില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ മച്ചാന്മാരെ, പുതിയ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വണ്ടിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.